പുതുതലമുറയെ കായിക വിനോദങ്ങളിലേക്ക് നയിക്കാനും ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെടാതിരിക്കുവാനും വേണ്ടി പഴയ വൈത്തിരിയിൽ നാട്ടുകാർ ജനകീയ കൂട്ടായ്മയുടെ നിർമ്മിച്ച കളിക്കളത്തിന് നേരെ ചില തൽപര കക്ഷികൾ വ്യാജ പരാതികളുമായി രംഗത്തുനിന്നായി പരാതി. ഗ്രൗണ്ട് നിർമ്മാണത്തിനായി ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വന്തം സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ പ്രദേശവാസിയും സംരംഭകനുമായ ഉസ്മാൻ മദാരിയെയും ജനകീയ കമ്മിറ്റിയെയും നിയമക്കുരുക്കിലാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രദേശവാസികളിൽ പ്രതിഷേധം ശക്തമാകുന്നത്. ഗ്രൗണ്ടിനായി പ്രദേശവാസിയും സംരംഭകനുമായ ഉസ്മാൻ മദാരി 20 സെന്റ് ഭൂമി സൗജന്യമായി വിട്ടു നൽകുകയും പിന്നീട് 14 സെന്റ് സ്ഥലം കൂടി സ്വന്തം ചെലവിൽ വാങ്ങി നൽകുകയും ചെയ്തതായി കമ്മിറ്റി വ്യക്തമാക്കി. മുമ്പ് കാലങ്ങളിൽ കളിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഒരു 10-30 വർഷം മുമ്പ് മുതൽ കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്ന ഒരു സ്ഥലമാണ്. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലം. ഈ സ്ഥലത്താണ് കൃഷിഭവനും അതേപോലെ തന്നെ ഹോമിയോ ഡിസ്പെൻസറിയും അംഗൻവാടിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കെട്ടിടം വന്നതോടുകൂടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം തികയാതെ വന്ന് അങ്ങനെ വരുമ്പോഴാണ് ഒരു ജനകീയ സമിതി ഉണ്ടാക്കിയിട്ട് ഇതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങിയെടുക്കുകയും ഗ്രൗണ്ട് വലുതാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഇവർ എൻ്റെ അടുത്ത് വരെ ഇതിന് എൻ്റെ പേരിലുള്ള ഒരു 20 സെന്റ് സ്ഥലം ഞാൻ ഇതിന് വിട്ടുകൊടുക്കുകയും അത് പോരാ എന്ന് കണ്ടപ്പോൾ 14 സെന്റ് സ്ഥലം ഞാൻ എക്സ്ട്രാ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഈടായിട്ട് ഇതിന് നിരന്തരമായിട്ട് പരാതികൾ പോയിട്ട് ഇപ്പോൾ ഈ ഗ്രൗണ്ട് നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ്. പകുതി സ്ഥലം പഞ്ചായത്തിന്റെ അധീനതയിലും പകുതി ഞാൻ വിട്ടുകൊടുത്ത സ്ഥലമാണ്. അപ്പോൾ പഞ്ചായത്തിനെതിരെയും അതേപോലെ തന്നെ എനിക്കെതിരെയും പരാതി പോവുകയും ഇപ്പോൾ ഈ ഗ്രൗണ്ട് തന്നെ നാട്ടുകാർക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ജനകീയമായിട്ടുള്ള ഒരു എതിർപ്പല്ല, 1-2 ആളുകളിൽ ഒതുങ്ങുന്ന എതിർപ്പ് ഈ നാടിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയുടെയും ജനപ്രതിനിധികളുടെയും പിന്തുണയോടെയാണ് ഗ്രൗണ്ടിന്റെ നിർമ്മാണം നടന്നതെന്നും നിലവിൽ കൃഷിയില്ലാത്ത പ്രദേശത്തെ നെൽവയൽ നികത്തിയാണ് ഗ്രൗണ്ട് നിർമ്മിച്ചതെന്നും പരാതി അടിസ്ഥാനരഹിതമാണെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം. Shopika Weddings, the bridal legacy.